ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. പടവലങ്ങയും പരിപ്പും ചേർത്തിട്ടുള്ള നല്ലൊരു നാടൻ തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണിത്. അധികം സമയമൊന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. തോരന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തൂവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. തൂവരപ്പരിപ്പിന് പകരം കടലപ്പരിപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ ഒന്ന് കുതിർത്തിയെടുക്കണം. അടുത്തതായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക്, ചെറിയ ഉള്ളി 2 എണ്ണം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നാളികേരം ഒരുപാട് അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒരു കടായിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് വെന്ത് ഉടഞ്ഞു പോകാതെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ വെള്ളമെല്ലാം വറ്റി പരിപ്പ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 ഉണക്കമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത്, 2 തണ്ട് വേപ്പില, ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കണം. അടുത്തതായി 1 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പടവലങ്ങ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അങ്ങനെ നമ്മുടെ പടവലങ്ങ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുത്ത് അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ പരിപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.